ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ മെഡിക്കൽ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിയ 2026 നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചക്കേസിൽ നിർണായക വഴിത്തിരിവ്. കേസിലെ മുഖ്യ സൂത്രധാരനും കിങ് പിന്നുമായ രസതന്ത്രം അധ്യാപകൻ PV കുൽക്കർണിയെ CBI സംഘം പൂനെയിൽ നിന്ന് പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് വേണ്ടി പരീക്ഷാ നടപടികളിൽ പങ്കാളിയായിരുന്ന കുൽക്കർണി ആ പദവി ദുരുപയോഗം ചെയ്താണ് ചോദ്യപേപ്പർ ചോർത്തിയതെന്ന് അന്വേഷണ ഏജൻസി കണ്ടെത്തി. വെറുമൊരു ചോർച്ച എന്നതിലുപരി കൃത്യമായ ആസൂത്രണത്തോടെ നടന്ന വലിയൊരു ബിസിനസ് ശൃംഖലയുടെ തലവനായിരുന്നു ഇയാൾ. ഏപ്രിൽ അവസാന വാരം പൂനെയിലെ തന്റെ വസതിയിൽ ഇയാൾ തെരഞ്ഞെടുത്ത ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്കായി സ്പെഷ്യൽ കോച്ചിംഗ് ക്ലാസുകൾ സംഘടിപ്പിച്ചു. ലക്ഷങ്ങൾ വാങ്ങിയാണ് ഈ ക്ലാസുകളിൽ പ്രവേശനം നൽകിയത്. പരീക്ഷയ്ക്ക് മുൻപ് തന്നെ രസതന്ത്രം പേപ്പറിലെ ചോദ്യങ്ങളും അവയുടെ ശരിയായ ഉത്തരങ്ങളും ഇയാൾ വിദ്യാർത്ഥികൾക്ക് മനഃപ്പാഠമാക്കി കൊടുത്തു. മറ്റൊരു പ്രതിയായ മനീഷ് വാഗ്മാരയുടെ സഹായത്തോടെയായിരുന്നു ഈ ക്ലാസുകൾ നടന്നിരുന്നത്. പരീക്ഷാ നടത്തിപ്പിൽ NTA ഭാഗമായി പ്രവർത്തിച്ചിരുന്നതിനാൽ ചോദ്യപേപ്പർ നേരത്തെ കാണാൻ കുൽക്കർണിക്ക് സാധിച്ചിരുന്നു. ഈ വിശ്വാസ്യതയാണ് ഇയാൾ പണത്തിനു വേണ്ടി വിറ്റത്. രാജസ്ഥാനിലെ സിക്കർ, ജയ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് മാഫിയ സംഘങ്ങളുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നും CBI സംശയിക്കുന്നുണ്ട്. രാജസ്ഥാനിൽ നിന്ന് അറസ്റ്റിലായ മാംഖിലാൽ, ദിനേശ് ബിവാൽ എന്നിവർ വഴിയാണ് ഈ ശൃംഖല പടർന്നത്. ഇവർ വർഷങ്ങളായി മെഡിക്കൽ പ്രവേശന പരീക്ഷകളുടെ പേപ്പർ ചോർത്തി വിൽക്കുന്നവരാണെന്ന വിവരം ഞെട്ടിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് നീറ്റ് പരീക്ഷകൾ ഓരോ തവണയും ഇത്തരത്തിൽ അട്ടിമറിക്കപ്പെടുന്നത് എന്ന ഗൗരവകരമായ ചോദ്യമാണ് കുൽക്കർണിയുടെ അറസ്റ്റോടെ ഉയരുന്നത്. 5 വർഷത്തെ മെഡിക്കൽ പഠനത്തിന് സർക്കാർ കോളേജിൽ 5 ലക്ഷം രൂപ ചെലവാകുമ്പോൾ പ്രൈവറ്റ് കോളേജിൽ അത് 1.5 കോടി വരെയാകുന്നു. 1.5 കോടി രൂപ ലാഭിക്കാൻ വേണ്ടി മാതാപിതാക്കളും വിദ്യാർത്ഥികളും ഏതറ്റം വരെയും പോകാൻ തയ്യാറാകുന്നു എന്നതാണ് ഇത്തരം വില്ലന്മാരെ വളർത്തുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ മുഴുവൻ ഭാവി പരീക്ഷാ ഹാളിലെ 3 മണിക്കൂർ കൊണ്ട് നിശ്ചയിക്കപ്പെടുന്ന രീതി നിലനിൽക്കുന്നിടത്തോളം കാലം സിസ്റ്റത്തിലെ പഴുതുകൾ കണ്ടെത്താൻ ഇത്തരം അധ്യാപക വേഷധാരികൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കേസിൽ ഇതുവരെ 7 പേരെയാണ് CBI അറസ്റ്റ് ചെയ്തത്. ചോദ്യപേപ്പറിന്റെ കൈപ്പടയിലുള്ള പകർപ്പുകൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി പ്രചരിപ്പിച്ചതായും അന്വേഷണത്തിൽ വ്യക്തമായി. രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, ഹരിയാന, കേരളം എന്നിവിടങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. മെയ് 3 നടന്ന പരീക്ഷ റദ്ദാക്കിയതോടെ 22 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരുന്നത്. ജൂൺ 21 നടക്കാനിരിക്കുന്ന പുനഃപരീക്ഷയെങ്കിലും സുതാര്യമാകുമോ എന്ന ആകാംക്ഷയിലാണ് രാജ്യം. ഒരു അധ്യാപകൻ തന്നെ ചോർച്ചയുടെ സൂത്രധാരനാകുന്നത് വിദ്യാഭ്യാസ രംഗത്തിന് വലിയൊരു കളങ്കമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് വേണ്ടി പരീക്ഷാ നടപടികളിൽ പങ്കാളിയായിരുന്ന കുൽക്കർണി ആ പദവി ദുരുപയോഗം ചെയ്താണ് ചോദ്യപേപ്പർ ചോർത്തിയതെന്ന് അന്വേഷണ ഏജൻസി കണ്ടെത്തി. മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് കേരളത്തിൽ വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരിക 1 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ്. ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയതോടെ വിദ്യാർത്ഥികൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. പരീക്ഷ നന്നായി എഴുതി ഉന്നത റാങ്ക് പ്രതീക്ഷിച്ചിരുന്നവർക്കും അടുത്ത പരീക്ഷയുടെ ഫലം എന്താകുമെന്ന് ആശങ്കയുണ്ട്.